വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാഭാരതിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഈ വർഷം ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുള്ള വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടാനിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ചില പാഠങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മണ്ണായി പഠിപ്പിച്ചിരിക്കുന്ന ഒരിടമാണ് മക്ക എന്ന് പറയുന്നത്. അല്ലാഹു ചില പ്രത്യേക വ്യക്തികൾക്ക്, ചില പ്രത്യേക സ്ഥലങ്ങൾക്ക്, ചില പ്രത്യേക സമയത്തിന് ഒക്കെ പ്രാധാന്യം നൽകിയതുപോലെ പ്രാധാന്യം നൽകപ്പെട്ട ഒരിടമാണ് മക്ക. അല്ലാഹു മക്ക പ്രദേശത്തെ പല പേരുകൾ കൊണ്ട് ഖുർആനിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉമ്മുൽ ഖുറ, ഖറിയത്ത് എന്ന പദത്തിന്റെ ജം ആണ് ഖുറ എന്നുള്ളത്. നഗരങ്ങളുടെ മാതാവ് അഥവാ പട്ടണങ്ങളുടെ മാതാവ് എന്നാണ് മക്കയെ അല്ലാഹു ഇവിടെ വിളിച്ചിരിക്കുന്നത്. സൂറത്ത് ഷൂറായിലെ 7-ാമത്തെ വാക്യത്തിൽ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറയിലും പട്ടണങ്ങളുടെ മാതാവായിരിക്കുന്ന പ്രദേശത്തും അതിന് ചുറ്റുമുള്ള മറ്റു ദിക്കുകളിലും പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മക്കയെ ഉമ്മുൽ ഖുറ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ ഖുർആനിൽ തന്നെ ബക്ക, മക്കയെ മറ്റൊരു പേര് എന്ന നിലക്ക് ബക്ക എന്ന് പ്രയോഗിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ കൊണ്ട് അല്ലാഹു മക്കയെ വിശേഷിപ്പിച്ചതായിട്ട് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. വറബ്ബുക യഖ്ലുഖു മാ യശാഉ യഖ്താർ. അല്ലാഹു ഉദ്ദേശിക്കുന്നതിനെ അല്ലാഹു സൃഷ്ടിക്കുകയും അതിൽ നിന്ന് ചിലതിന്, അത് ചില വ്യക്തികളായിരിക്കാം, ചില സമയങ്ങളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, അവയെ അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്ന, ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്ന ഒരിടമാണ് മക്ക എന്ന് പറയുന്നത്. വഹ്യ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന് തുടക്കം കുറിക്കുവാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തത് മക്കയെയാണ്. റിസാലത്തിന്റെ അമ്പിയാക്കളിലൂടെ അല്ലാഹു മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സന്ദേശത്തിന്റെ പൂർത്തീകരണം നിർവഹിക്കുവാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം മക്കയാകുന്നു. ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് മക്കയാകുന്നു. നമുക്കറിയാം, സൂറത്തുൽ തീനിലും സൂറത്തുൽ ബലദിലും ഒക്കെ അല്ലാഹു മക്കയെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. ഏറ്റവും നിർഭയത്വമുള്ള, അമീനായ, അമീൻ എന്ന് വെച്ചാൽ ജീവിക്കുവാൻ ഏറ്റവും സമാധാനം നിലനിൽക്കുന്ന, സുരക്ഷിതത്വം നിലനിൽക്കുന്ന, നിർഭയത്വത്തോടുകൂടി ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഇടം കൊണ്ട്, നാട് കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്,
അള്ളാഹു പറഞ്ഞ പ്രയോഗം വഹാദൽ ബലദിൽ അമീൻ. ഹാദ എന്ന് പറഞ്ഞാൽ അറബി പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു വസ്തുവിനെ സൂചിപ്പിക്കുവാനാണ് ഇസ്മുൽ ഇഷാറയിൽപ്പെട്ട ഹാദ ഉപയോഗിക്കുക. കുറച്ച് ദൂരെയാണെങ്കിൽ അത് ദാരിക്ക എന്നോ അതിന്റെ മുഅന്നസ് ആണെങ്കിൽ തിൽക്ക എന്നൊക്കെയാണ് ഉപയോഗിക്കുക. തൊട്ടടുത്തുള്ളതാണ് വഹാദ. അള്ളാഹു സംസാരിക്കുന്നത് 7 ആകാശങ്ങൾക്കുപരിയിൽ വെച്ചാണ്. മക്കയിൽ നിന്നും ഒരുപാട് അകലത്ത് വെച്ച്, ഭൂമിയിൽ നിന്നും ഒരുപാട് അകലത്ത് വെച്ച്, അവിടെ വെച്ച് അള്ളാഹ് പറയുന്നത് സുരക്ഷിതമായ നിർഭയത്വമുള്ള ഈ നാട് എന്നാണ്. അങ്ങനെ ഈ നാട് എന്ന് അള്ളാഹു പറയുവാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന് ആ പ്രദേശത്തോടുള്ള, മക്കയോടുള്ള ഇഷ്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാര് പറയുന്നു. ഏറ്റവും തന്നോട് അടുത്ത് കിടക്കുന്ന മനസ്സിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം എന്നുള്ള നിലക്കാണ്, അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഇടം എന്ന നിലക്കാണ് അള്ളാഹു അവിടെ വഹാദൽ ബലദ് എന്ന് ഉപയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് കിടക്കുന്നത് കൊണ്ട് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചത് മക്കയാണ്. താങ്കൾ ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രബോധനം നിർവഹിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും സത്യം ചെയ്ത് പറയുന്നത് മക്കയാണ്. അങ്ങനെ ഒരുപാട് തവണ അള്ളാഹു സത്യം ചെയ്ത് പറയുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പ്രദേശമാണ്, അത്രയേറെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ലോകത്ത് ആദ്യമായി ഒരു ഭവനം സൃഷ്ടിക്കുമ്പോൾ, ഒരു ഭവനം പടുത്തുയർത്തുമ്പോൾ അത് മക്കയിലാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിമക്ക. ആളുകൾക്ക് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ, അനുഗ്രഹവുമായി കൊണ്ട്, ആളുകൾക്ക് സന്മാർഗവുമായി കൊണ്ട് ലോകത്ത് അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ഭവനം അത് മക്കയിലെ മസ്ജിദുൽ ഹറമാണ് എന്നുള്ളത് ഇവിടെ അള്ളാഹു പ്രത്യേകമായി സൂറ ആൽ ഇംറാനിലെ 96-ാമത്തെ ആയത്തിലൂടെ എടുത്തു പറയുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ബൈത്തുൽ അതീഖ്. ബൈത്തുൽ അതീഖ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ പുരാതനമായ ഭവനം, ഏറ്റവും പഴക്കമുള്ള ഭവനം. സുമ്മ ലിയഖ്ളു തഫസഹും വൽ യൂഫു നുദൂറഹും, അതിനുശേഷം അവരുടെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന അഴുക്ക് നീക്കിക്കൊണ്ട്, അതേപോലെ തന്നെ അവരുടെ നേർച്ച നിറവേറ്റിക്കൊണ്ട് അവർ ആ ഭവനത്തിലേക്ക് ഒഴുകട്ടെ. വൽ യത്തവഫു, ആ ഭവനത്തെ അവർ തവാഫ് ചെയ്യട്ടെ. ഏതിനെ? ബിൽ ബൈത്തിൽ അതീഖ്, പുരാതനമായ ആ ഭവനത്തെ. ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഭവനത്തെ, ആ ഭവനത്തെ ലക്ഷ്യം വെച്ച് അവർ നീങ്ങട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ആ പേരുള്ള വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇനി അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് നമുക്ക് പ്രകാരം വായിക്കാം. സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർളി, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട, ഉണ്ടാക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയെ കുറിച്ച്. നമ്മളെ മക്കള് ഉറക്കൊക്കെ വരുന്നുണ്ടല്ലേ, മക്കളെ ഒന്നും ഇങ്ങോട്ട് മുന്നോട്ട് കയറിക്കുക. പ്രായമുള്ളവര് പ്രയാസമാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, മക്കളൊന്നും ഇങ്ങോട്ട് മുന്നോട്ട് കയറി ഇരിക്കുവോ? നമ്മൾ ഈ എനർജിയുള്ള കുട്ടികളല്ലടാ, നിങ്ങളൊക്കെ ഒന്ന് നല്ല ഉഷാറിൽ ഇരിക്കുക. ആ മോനെ ഇങ്ങോട്ട് വിളിക്കുക, മോനൊന്ന് നേരെ ഇരിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ആ മോനെ ബാക്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. നമ്മള് 10, 12, 15 വയസ്സുള്ള നല്ല എനർജിയുള്ള മക്കള് ചാരി ഇരുന്നിട്ടൊന്നും ഇവരെ പ്രായമുള്ളവരുമായി നമ്മളൊന്നും ഉറങ്ങാൻ പാടില്ല. ഒരു ചിലപ്പോൾ ഉറങ്ങിയൊക്കെ വരും. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കൊക്കെ നല്ല നല്ല താക്കത്ത് തരട്ടെ. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉപ്പാനോട് ചോദിക്കണം, ഇന്നത്തെ ഖുത്ബയിൽ എന്തേ ഖത്തീബ് പറഞ്ഞ നിങ്ങൾ കേട്ടോ, ബൈത്തുൽ അതീഖിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ ഇന്നോട് ചോദിക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് പിച്ചിനോട് പറയാം. അതിന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ഖുത്ബയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. മക്കളൊക്കെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട. മക്കളെ കൊണ്ടുവരുമ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്തൊക്കെ ഒന്ന് ഇരിക്കാം. എന്നിട്ട് അവർ ചിലപ്പോൾ ഉറക്കിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരെ മെല്ലെ തട്ടി വിളിക്കുക. കുട്ടികളാണ്,
നല്ല AC അൽഹംദുലില്ലാ നമുക്ക് നല്ല സൗകര്യമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമാണ് ഉറങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാനോട് ചോദിക്കാണ്, അൻ അവ്വലി ബൈത്തിൻ അൻ അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളി ഏതാണ്? ഇപ്പം എടവണ്ണത്തെ ഒന്നാമത്തെ പള്ളി ഏതാണ്? നമ്മളെ പള്ളിക്ക് എത്ര കൊല്ലായി ചോദിച്ചാൽ എത്ര ആളുകൾക്ക് കൂട്ടത്തിൽ അറിയാം? അതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. നമ്മളെ പള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലായി? കുട്ടികൾ പറയും ഞാൻ ജനിച്ചെന്ന് തന്നെയുണ്ട്. ഇവിടെ നമ്മളെ ഉണ്ടാക്കിയതല്ലല്ലോ, അപ്പൊ മുമ്പത്തെ തലമുറ ഉണ്ടാക്കിയതാണ്. എടവണ്ണയിലെ ഒന്നാമത്തെ പള്ളി ഏതാണ്? അങ്ങനെ ചോദിച്ച് ലോകത്തെ ഒന്നാമത്തെ പള്ളി ഏതാണ് എന്നാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നതിന് റസൂൽ നൽകുന്ന മറുപടി ഖാല മസ്ജിദുൽ ഹറാം. ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാമാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന കഅബ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ് ലോകത്തെ ആദ്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഭവനം. പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസ്ജിദുൽ അഖ്സ. രണ്ടാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സയാണ്, ജെറൂസലമിലെ പള്ളിയാണ്. അപ്പോ നമ്മൾ പിന്നെ മൂന്നാമത്തത് മസ്ജിദ് നബവി ആയിരിക്കും എന്നല്ല, അതാ ചോദ്യത്തിൽ വരുന്നില്ല. അന്നാ പള്ളി ഇല്ല. മസ്ജിദുൽ അഖ്സ ഖുൽതും കം ബൈനഹുമ. അപ്പൊ അബൂദറിന് ഒരു സംശയം, ഈ മസ്ജിദുൽ ഹറമും മസ്ജിദുൽ അഖ്സയും തമ്മിലുള്ള നിർമ്മാണത്തിലുള്ള അന്തരമത്തിലാണ് ഒന്നുണ്ടാക്കി എത്ര കഴിഞ്ഞിട്ടാണ് അടുത്തത്? കം ബൈനഹുമ, ഇതിനിടയ്ക്ക് എത്ര കാല വ്യത്യാസമുണ്ട്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി 40 ആമൻ, 40 കൊല്ലം. മസ്ജിദുൽ ഹറം ഉണ്ടാക്കി 40 വർഷം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ ഉണ്ടാക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചെടുക്കുന്നു. അപ്പോ അത്രയും പ്രാധാന്യമുള്ള ലോകത്ത് ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബിക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹു യാതൊന്നും പങ്കു ചേർക്കാത്ത ആ ഭവനത്തിൽ ആരാധനക്കുള്ള സൗകര്യം. എന്നിട്ട് പറഞ്ഞു എന്റെ ഭവനത്തെ നീ തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക. നിന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയും റുക്കൂ ചെയ്യുന്നവർക്ക് വേണ്ടിയും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി. ആ രീതിയിൽ ആ ഭവനത്തെ എന്നും വിശുദ്ധമായി, മാലിന്യം കലരാതെ, നജസ് കലരാതെ, ശിർക്ക് കലരാതെ, തൗഹീദിന്റെ പൂർണ്ണമായ വിശുദ്ധിയിൽ അതിനെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള കൽപ്പന അല്ലാഹു ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകി. അത് അമ്പിയാക്കളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഇന്നും ലോകം നമുക്കറിയാലോ, അള്ളാഹു തവാഫിന് അനുവദിച്ചിട്ടുള്ള ഏക ബിൽഡിംഗ്. തവാഫ് എന്ന് പറഞ്ഞാല് പ്രദക്ഷിണം ചെയ്യാൻ, വലയം ചെയ്യാൻ. ലോകത്ത് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഏക ഭവനം അത് മസ്ജിദുൽ ഹറമിലെ കഅബ മാത്രമാണ്. മസ്ജിദ് നബവിയിൽ തവാഫുണ്ടോ? ചില ആളുകൾ ചിലപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ ഉംറക്കൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, പിന്നെ ഉസ്താദെ ഞാൻ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദയൊക്കെ സിയാറത്ത് ചെയ്തു, നമസ്കരിച്ചു, റൗദയിലൊക്കെ ഞാൻ പോയി, അതേപോലെ ഖബറും സന്ദർശിച്ചു, സലാം പറഞ്ഞു, പക്ഷെ തവാഫ് ചെയ്യേണ്ട സ്ഥലം കണ്ടിട്ടില്ല. എവിടെ? മദീനത്തെ പള്ളി ചെയ്തിട്ട്. മദീനത്തെ പള്ളിയിൽ തവാഫില്ല, മസ്ജിദുൽ അഖ്സയിൽ തവാഫില്ല, ലോകത്ത് ഒരു പള്ളിയിൽ തവാഫില്ല. ആകെ വലയം ചെയ്യുവാൻ, വലയം ചെയ്യാന്ന് പറയാൻ പറ്റുള്ളൂ, വലം വെക്കാന്ന് പറയാൻ പറ്റില്ല. കാരണം കഅബയെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും വലം വെക്കലുണ്ട്. വലം വെക്കാന്ന് വെച്ചാൽ എന്താ? ഒരു വസ്തുവിനെ വലതാക്കിയിട്ട് ചുറ്റൽ. പക്ഷെ കഅബയിൽ ചെന്നാൽ വലം വെക്കലല്ല, ശരിക്കും വല അല്ല, മറിച്ച് ഇടം വെക്കലാണ്. എന്നാൽ നമ്മുടെ ഇടത് ഭാഗത്താണ് കഅബയുള്ളത്. അങ്ങനെ കഅബയെ നമ്മൾ ചുറ്റുമ്പോൾ കഅബ നമ്മുടെ വലത്തല്ല, ഇടത്താണ്. അപ്പൊ പാട്ടുകാരൊക്കെ ചിലപ്പോൾ പലതും പറയും, കഅബയെ വലം വെക്കാൻ പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടാറുണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണ്ട. അവിടെ ചെന്നിട്ട് ആരും ഓപ്പോസിറ്റ് തവാഫ് ചെയ്യാൻ കഴിയൂല. തവാഫ് ആ രീതിയിൽ തന്നെ നടക്കും. എല്ലാവരും ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോ പാട്ടിൽ ഇങ്ങനെ അല്ലാണ്ട് എടുത്ത് ഇങ്ങോട്ട് നടക്കാൻ കഴിയില്ല. അതിന്റെ സിസ്റ്റം അതാണ്, അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ്. ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം സ്വലാം മുതൽ പിന്നെ ഹജ്ജിന്റെ കാര്യത്തിൽ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അപ്പം അവിടെ ലോകത്ത് ചുറ്റുവാൻ വേണ്ടി, തവാഫ് ചെയ്യുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഏക ഭവനം അത് കഅബയാണ്. മക്കൾക്ക് മസ്ജിദുൽ ഹറമിന് കഅബക്ക് പിന്നെ ഭൂമിശാസ്ത്രപരമായി, സാമൂഹികമായിട്ടൊക്കെ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ ഭൂമിയുടെ ഒരു പ്രത്യേക കേന്ദ്രം, ഭൂമിയിൽ മക്ക നിലനിൽക്കുന്ന പ്രദേശത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ചൊക്കെ, അതിന്റെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഗവേഷണം നടത്തിയിട്ട് ഇന്ന് ലോകത്ത് അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങളും ഗ്രന്ഥങ്ങളും
ഒക്കെ ആ വിഷയത്തിൽ പഠനം നടത്തുന്ന ആളുകൾക്ക് റെഫറൻസ് വേണ്ടി ലഭിക്കുന്ന രീതിയിൽ അതിന്റെ പഠനം ഒരുപാട് വളർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുട്ടികളെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അതാണ് ഹറമിന്റെ പ്രത്യേകത, അതാണ് കാബയുടെ പ്രത്യേകത, അതാണ് മസ്ജിദുൽ ഹറമിന്റെ പ്രത്യേകത. ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹിം, അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമുക്കറിയാം. അതില് മഖാം ഇബ്രാഹിം ഉണ്ട്. മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. നമ്മളിങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഒരു സ്തൂപം നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് കാബ പടുത്തുയർത്താൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഇബ്രാഹിം നബി നിന്ന ഒരു കല്ല്, ആ കല്ല് ഒരു പ്രത്യേക സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. മഖാം ഇബ്രാഹിമാണ്. അതിനെ പോയിട്ട് നമുക്കൊന്ന് കാണാം. ഇബ്രാഹിം നബിയുടേതുള്ള പോലെ ഇബ്രാഹിം നബിയുടെ ഒരു കാൽപ്പാട് നമുക്കത് കാണാം. അതിനപ്പുറത്ത് അതിൽ പ്രത്യേകിച്ച് ഹജറുൽ അസ്വദ് തൊടലും മുത്തലും ഒക്കെ കഴിയുമെങ്കിൽ നമുക്ക് സുന്നത്താണ്. ചുംബിക്കാൻ കഴിയാത്ത ആളുകൾക്ക് അതിനെങ്ങനെ തൊട്ടിട്ട് ആ കൈ ചുംബിക്കാം. അതിനും കഴിയില്ലെങ്കിൽ ദൂരെ നമുക്കൊരു ഇഷാറ കൊടുക്കാം, ഒരു സിഗ്നൽ കൊടുക്കാം, ഇങ്ങനെ കൈ ഇങ്ങനെ ചൂണ്ട, അതൊക്കെയാണ് അയാളുടെ സുന്നത്ത്. എന്നാൽ മഖാം ഇബ്രാഹിമിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇബ്രാഹിം നബി നിന്ന കാൽപ്പാട് എന്നുള്ള നിലയ്ക്ക് ഒരു സന്തോഷത്തോടെ നമുക്കത് കാണുന്നതിനോ ഒന്നും വിരോധമില്ല. അങ്ങനെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, റുക്നുൽ യമാനി, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ്, ആ കാബയുടെ പ്രത്യേകമായ ഷെയ്പ്പ്, സഫ മറുവ, മതാഫ്, എന്തെല്ലാം അടയാളങ്ങളാണ്, എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ആ കാബയിൽ നിങ്ങൾക്കുള്ളത്. വമൻ ദഖലഹു കാന ആമിന. പിന്നെ അല്ലാഹു പറയാണ്, അതിലൊരാള് പ്രവേശിച്ചാൽ അവൻ നിർഭയനായി മാറി. ഒരു വലിയൊരു അപരാധം ചെയ്ത് തെറ്റ് ചെയ്ത് ഒരാള് കാബയിലേക്ക് പ്രവേശിച്ചാലും അയാളെ അവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. അതാണ് ഹറമിന്റെ നിയമം, അതാണ് കാബയുടെ നിയമം, അതാണ് മസ്ജിദുൽ ഹറമിന്റെ നിയമം. അവൻ ദഖലഹു കാന ആമിന. അവിടുത്തെ ചെടികൾ വെട്ടിക്കളയാൻ പാടില്ല, അവിടെയുള്ള പക്ഷികളെ ഉപദ്രവിക്കാൻ പാടില്ല, അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയ വസ്തുക്കള് അതിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ തൊടാൻ പോലും പാടില്ല. അത്രയും അമ്നി നിലനിൽക്കുന്ന, നിർഭയത്വം നിലനിൽക്കുന്ന പ്രദേശമാണ് മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത്, മക്ക എന്ന് പറയുന്നത്, കഅബ എന്ന് പറയുന്നത്. മക്ക എന്ന് പറയുമ്പോ ആ സ്ഥലം, മസ്ജിദുൽ ഹറം എന്ന് പറയുമ്പോ ആ പള്ളി മൊത്തം. ഹറം എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ ഏറെക്കുറെ കിലോമീറ്ററുകൾ ചുറ്റുന്ന ഒരുപാട് ഏരിയ, അതാണ് ഹറം എന്ന് പറയുന്നത്. മസ്ജിദുൽ ഹറം എന്ന് പറയുമ്പോൾ ആ പള്ളി മാത്രം, അതിന്റെ ഏറ്റവും നടുവിലുള്ളതാണ് കഅബ. ഒക്കെ ക്ലിയർ ആയിട്ട് കണ്ട ആളുകൾക്ക് അതിലൊന്നും സംശയമല്ല. കണ്ട ആളുകൾ ചോദിക്കും, അക്കപ്പത്തിനാ അങ്ങനെ പറയുന്നത്? കാണാത്ത ഒരാളെ സംബന്ധിച്ചത് അക്ക പ്രശ്നം തന്നെയാണ്. അതെന്താ കഅബ എന്ന് പറയുന്നത്? കുറെ മസ്ജിദ് ഓരോന്നും ഓരോ ഏരിയ ആണ്. മക്ക എന്ന് പറഞ്ഞാൽ നാടാണ്. ഹറം എന്ന് പറഞ്ഞാൽ മക്കയുടെ ഒരു പ്രത്യേക ഏരിയ. ആ ഏരിയ ഹറമിൽപ്പെട്ടതാ. അതിന്റെ ഉള്ളിൽ എവിടെ നമസ്കരിച്ചാലും ഇവിടെ നമസ്കരിച്ച കൂലി കിട്ടുന്നൊക്കെയാണ് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത്. അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും ഏറ്റവും നല്ലത് ആ മസ്ജിദുൽ ഹറം തന്നെയാണ് നമസ്കരിക്കേണ്ടത്. ഹറം ആ പള്ളിക്ക് മാത്രം പറയുന്ന പേരാണ് മസ്ജിദുൽ ഹറം. മസ്ജിദുൽ ഹറം മൊത്തം മസ്ജിദുൽ ഹറം അല്ല. ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറമിന്റെ ചുറ്റുള്ള ഒരു 5-8 കിലോമീറ്റർ അല്ലെങ്കിൽ കൂടുതലുള്ള ഒരു വലിയൊരു ഏരിയ ആണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു പിന്നെ സിയാറത്തിന് പോയ സമയത്ത് പിന്നെ ദൗറക്ക് പോയ സമയത്ത് അവിടുത്തെ ഷെയ്ഖ്മാരുടെ കൂടെ ഹറം ചുറ്റിക്കറങ്ങാൻ ഒരു അവസരം കിട്ടിയത്. കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 10-25 ഷെയ്ഖ്മാരും കുറച്ച് സൗദി ഷെയ്ഖ്മാരുടെയും കൂടെ ഹറം മൊത്തം ചുറ്റിക്കറങ്ങി. അപ്പോഴാണ് ആ ഹറമിന്റെ ഏരിയ നമ്മളിങ്ങനെ കണ്ടത്. മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാൽ പള്ളി നിൽക്കുന്ന ഇടം മാത്രം. അതിന് ചുറ്റും 5-6 കിലോമീറ്റർ വട്ടത്തിലുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഹറം എന്ന് പറയുന്ന പ്രദേശം. അവിടെ പ്രത്യേക ബോർഡറൊക്കെ ഇപ്പോഴും അടയാളങ്ങളൊക്കെ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വെച്ച അടയാളങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അതിന്റെ ചുറ്റും ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു സ്ക്വയർ ആണ് നമ്മൾ ഈ ഒരു നിൽക്കുന്ന ഒരു ഏരിയയുടെ, ഈ പള്ളിയുടെ ഉള്ളിൽ കൊള്ളുന്ന അത്രയുമുള്ള ഒന്നാണ് കഅബ എന്ന് പറയുന്ന നമ്മൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന നമ്മുടെ ഖിബലയായിട്ട് ഇന്നുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ ഖിബല മസ്ജിദുൽ അഖ്സയാണ്. ഏറെക്കുറെ 16 മാസക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതും മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞിട്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ നേരത്തെ ആഗ്രഹമുണ്ട്, കഅബയെ ഖിബലയായി കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ പലപ്പോഴും അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ കഅബയെ ഖിബലയായി നിശ്ചയിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങുന്നത്. അതിനുശേഷമാണ് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എല്ലാവരും കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. ഇന്ന് ലോക മുസ്ലിങ്ങൾ എല്ലാ ദിക്കിൽ നിന്നും കഅബയിലേക്ക് തന്നെ തിരിയണം, കഅബയിലേക്ക് തന്നെ തിരിയണം. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിക്കുന്ന ഒരാളും കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം. ആ രീതിയിൽ അള്ളാഹു ആയത്തിറങ്ങി. അതോടുകൂടി എല്ലാവർക്കുമുള്ള ഖിബലയായിട്ട് അത് മാറി. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് അള്ളാഹുവോടുള്ള നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്
അള്ളാഹുവോടുള്ള നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത് ഈ കുന്നും വരെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളടക്കുന്ന അടക്കമുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്ന് പറയുന്നത് അവിടേക്ക് പോകുവാനുള്ള ഭൗതിക സൗകര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ലൈഫ് പ്ലാൻ. എല്ലാ കൊല്ലവും ഹജ്ജിന്റെ സമയം വരുമ്പോൾ ഒരു ഖുത്ബ കേൾക്കാനുള്ളതല്ല ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ച സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ നടന്നു വരുന്നു, ചർച്ചകൾ നടക്കുന്നു, അവരതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അവര് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അതൊക്കെ ഒരു മര്യാദയാണ്, അതിനൊന്നും വിരോധമൊന്നുമില്ല. ഭക്ഷണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇനി ഇല്ലെങ്കിലും വളരെ അടുത്ത ബന്ധുക്കളുടെ കൂട്ടത്തില് കുടുംബത്തിലേക്ക്, അതേപോലെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് കയറി ചെന്ന്, അയൽപ്പക്കങ്ങളിലേക്കൊക്കെ ഒന്ന് കയറി ചെന്ന് ഞാൻ ഹജ്ജിന് പോവുകയാണ്, എന്തെങ്കിലും നമ്മൾ തമ്മിൽ വാക്ക് കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇടപാടുണ്ടെങ്കിൽ ക്ലിയർ ആക്കി തരണം, പറയണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് അവരോടൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതാണ്. അൽഹംദുലില്ലാഹ് അതിൻ്റെയൊക്കെ ഒരു സമയമാണ് ഇപ്പം. അതിന്റെ ഒരു വശം നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് അങ്ങനെ ഒരു ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞ പഴയ കാലത്ത് ഒരു റിട്ടയർമെന്റ് പ്ലാൻ ആയിരുന്നു. മക്കളൊക്കെ കെട്ടിച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ തീർന്നാൽ ഒരു 10-65-70 വയസ്സായാൽ ഇനി കാര്യമായിട്ട് ബാധ്യതയൊന്നുമില്ല, ഇന്നാ പിന്നെ ഉള്ളതൊക്കെ പാട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഹജ്ജിനാണ്ട് ഒരുങ്ങി. എന്നിട്ട് ഈ താത്ത ഈ കാക്ക അങ്ങോട്ട് പോവും, ചിലപ്പോ ഒന്നിച്ചു പോകും, ചിലപ്പോ ഒറ്റക്ക് പോവും, പോയാൽ തിരിച്ചു വരുന്ന പോലും ഉറപ്പില്ലാത്ത രീതിയിൽ ഒക്കെ പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോയി ആളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുകളുടെ അവരോ അവരുടെ ഉപ്പമാരോ ഒക്കെ പോയ അനുഭവം അവർക്ക് ഓർമ്മ ഉണ്ടാകും. എന്റെ വല്യമ്മയൊക്കെ പോയ ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് പോയാൽ വന്നെങ്കിൽ കാണാം എന്നുള്ള നിലക്കാണ് വീട്ടില. ഇന്നിപ്പോ നമ്മള് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴും കാബ അങ്ങനെ തവാഫ് ചെയ്യുമ്പോഴും ലൈവായിട്ടാണ് ഞാൻ ഹജറുൽ മുത്താട്ടോ എന്ന് ലൈവായിട്ട് കാണിച്ചത്. അത്രയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഖൈറിലേക്കും ബർക്കത്തിലേക്കും നമ്മൾ എത്തി. അൽഹംദുലില്ലാഹ് നല്ലതന്നെ. പണ്ടത്തെ അവസ്ഥയൊന്നും അല്ല, നാകെ മാറി. അവിടെ തന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ചേഞ്ചസ് ആണ്, എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പോലീസ് സംവിധാനം, അവിടുത്തെ സൗകര്യങ്ങള്, ചൂടിനെ ഓവർകം ചെയ്യുവാനുള്ള, ചൂടിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങള്, താമസ സൗകര്യങ്ങള്, തിക്കും തിരക്കും ഒഴിവാക്കുവാനുള്ള സൗകര്യങ്ങള്, ഗതാഗത സംവിധാനങ്ങള്, അതേപോലെ തന്നെ മെഡിക്കൽ സംവിധാനങ്ങള്, ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയ ക്രൗഡ് ഉണ്ടാകുന്ന സമയത്ത് അവരെ മാനേജ് ചെയ്യുവാനുള്ള സ്മാർട്ട് ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഏറ്റവും ഭംഗിയായി പ്രവർത്തിക്കുന്നത് കഅബയിലാണ്, അല്ലെങ്കിൽ കഅബയ്ക്ക് ചുറ്റുമാണ്, മസ്ജിദുൽ ഹറമിലാണ് എന്ന് നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാകും. ലോകത്തിലുള്ള എല്ലാ നാട്ടിൽ നിന്നുള്ള മനുഷ്യന്മാർ അവിടെ വരിക. എല്ലാ നാട്ടിലെ മനുഷ്യന്മാർ, കറുത്തവരും വെളുത്തവരും ചുവന്നവരും സമ്പന്നരും സാധാരണക്കാരും തൊഴിലാളിയും മുതലാളിയും ഫ്ലൈറ്റിന്റെ ഓണറും സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവരും ഒക്കെ വരുന്ന നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അവർക്കൊക്കെ എല്ലാവർക്കും ഉള്ള സൗകര്യമുണ്ട്. എല്ലാരും ആ ഹറമിൽ സമന്മാരാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ വരുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. ആ പ്രശ്നത്തെ, അവിടെ ഒരു പ്രശ്നക്കാരൻ വന്നാൽ വളരെ തന്മയത്വത്തോടെ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് സംവിധാനം അവിടെ ഉണ്ട്. ആരും പ്രയാസപ്പെടുത്തൂല, അവനെ വേറെ പ്രയാസം ഉണ്ടാക്കാൻ അനുവദിക്കൂല. വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാറ്റിനെയും ഡീല് ചെയ്യുന്ന, ലോകത്തിന് തന്നെ മാതൃകയുള്ള ഒരു ആധുനിക മാനേജ്മെന്റ് സംവിധാനം മനോഹരമായി. എന്തെങ്കിലും ഒരു അഴുക്ക് നിലത്ത് വീണാൽ എത്ര പെട്ടെന്ന് അവരത് കണ്ടെത്താന്നറിയോ? നിങ്ങൾ ആരെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു വിക്രസ് ഉദ്ദേശിച്ചിട്ട് എവിടെയെങ്കിലും ഒരു മറവ് പോയിരുന്നാൽ ആ നിമിഷം അവരെ ഫോക്കസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. എല്ലാ നിലക്കും ആധുനികമായ സിസ്റ്റം. അള്ളാഹു അതിനെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഇന്നത്തെ ആ ഒരു സംവിധാനം, അതിനുവേണ്ടി സൗദി ഗവൺമെന്റ് ഖാദിമുൽ ഹറമൈൻ അവര് സ്വയം സ്വീകരിച്ചിരിക്കുന്ന പേര് തന്നെ അതാ. എന്താ ഖാദിമുൽ ഹറമൈൻ? 2 ഹറമുകൾക്കും സർവീസ് എടുക്കുന്ന സർവൻസ്, ജോലിക്കാര്, ഞങ്ങൾ അതിന് സേവനം ചെയ്യുന്ന സേവകരാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന
രാജാക്കന്മാരാണ് സൗദി അറേബ്യക്കുള്ളത്. അവര് ആ തൗഹീദിനെ നിലനിർത്തുന്നതിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾക്കൊരു പ്ലാൻ ഉണ്ടോ? കുറെ ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് ഉംറക്കൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്, ഹജ്ജിന് പോയി വന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്യേണ്ടുന്ന നിർബന്ധമായി, അത് നിർബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആലോചിക്കുക, പലരും ആലോചിക്കുക എനിക്കൊന്നും നിർബന്ധമില്ല, മറ്റേ കാക്കാക്ക് നിർബന്ധമാണ്, ഈ താത്താക്ക് നിർബന്ധമാണ്, ഓൽക്ക് നിർബന്ധമാണ്, ഇവർക്ക് നിർബന്ധമാണ്, ഓലെ പോര അങ്ങനെയാണ്, മറ്റൊരു വണ്ടി ഇങ്ങനെയാണ്, ഞാനായി ഒഴിവാണ്. എല്ലാ സംഗതിയും നമ്മൾ ചെയ്യും, എല്ലാം ഓലെ പോലെ നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വരുമ്പോൾ നമ്മളൊരു എക്സ്ക്യൂസ് കണ്ടെത്തും. അതിന് പകരം ഈ കൊല്ലം പോണെന്ന് ഞാൻ പറയണില്ല, അടുത്ത കൊല്ലം പോണെന്നും പറയണില്ല, പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ അതിന് പോകണം എന്നൊരു നിയ്യത്ത് മനസ്സിലുണ്ടാക്കുകയും അതിനുവേണ്ടി ഒരു പ്ലാന് മനസ്സിലെങ്കിലും തയ്യാറാക്കുകയും ചെറുതായിട്ടെങ്കിലും അതിനൊരു ബഡ്ജറ്റ് പതുക്കെ സ്വരൂപിച്ച് കൂട്ടുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾക്കും ആ കാബാലയം കാണാനുള്ള തൗഫീഖ് അള്ളാഹ് തരും. അള്ളാഹു നൽകുമാറാവട്ടെ. പക്ഷെ ആ ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ പോയി വന്നാൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചല്ലോ, അൽ ഉംറതു ഇലൽ ഉംറ കഫാറ. ഒരു ഉംറയിൽ നിന്ന് അടുത്ത ഉംറ വരെയുള്ള സമയത്ത് ചെയ്ത തെറ്റുകളെല്ലാം ആ ഉംറയുടെ അള്ളാഹു പുറത്തു കൊടുക്കും. ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ. ഹജ്ജുൽ മബ്റൂർ, തെറ്റൊന്നും ചെയ്യാത്ത പൂർണ്ണമായും പുണ്യാധിഷ്ഠിതമായ നന്മകൾ മാത്രം ചെയ്ത ഒരു ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. അതിന് സ്വർഗമല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. പോരെ, അതിന്റെ കൂലി സ്വർഗമാണ്. അതുകൊണ്ട് ആ സ്വർഗം നമുക്ക് കിട്ടണം. മാത്രമല്ല റസൂൽ പഠിപ്പിച്ചത്, അങ്ങനെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരാള് ഒരു വലദതുഹു ഉമ്മുഹു, ഇന്ന് പ്രസവിച്ച ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥയിലായിരിക്കും അവർ തിരിച്ചു വരിക. അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം നമ്മൾ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഈദുൽ അദ്ഹയുടെ പിറ്റേ ദിവസം, അല്ലെങ്കിൽ ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ 2 ആഴ്ച കഴിഞ്ഞിട്ടോ 10 ദിവസം കഴിഞ്ഞിട്ടോ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവര് വരിക ജനിച്ചു വീണ കുഞ്ഞിനെ പോലെയാണ്, നിഷ്കളങ്കരായി, ഒരു പാപവും ഇല്ലാതെ. അങ്ങനെ പോയിട്ട് ഒരിക്കൽ നമ്മക്കും തിരിച്ചു വരണ്ടേ? അതെന്നാ? അങ്ങനെ ഒരു നിയ്യത്ത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അത് പെട്ടെന്ന് ഒരുങ്ങണം. കാരണം എത്രയാണ് അള്ളാഹ് നമുക്ക് നിശ്ചയിച്ച ആയുസ്സുകൾ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അതിനൊരുങ്ങിയ ഈ വർഷത്തെ ഏതായാലും അവസരം അപേക്ഷയുടെ സമയമൊക്കെ കഴിഞ്ഞു, പോകുന്നവർ പോയി തുടങ്ങുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് വർഷം അടുത്ത ഇയറിലേക്ക് സാധിക്കുമോ? അല്ല അതിനടുത്ത വർഷമാണോ? അങ്ങനെ ഒരു പ്ലാന്, അതിന് 10 വയസ്സ് 15 പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം 20 ഒരു 15 മുതൽ അങ്ങോട്ട് ഏത് ലെവലിലാണ് ഞാൻ തീരുമാനിക്കും. എനിക്കിപ്പോ 25 ആയിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കണ്ട. 24-കാരനും മരിക്കുന്നുണ്ട്. എനിക്ക് 30 ആയിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കണ്ട. 30-കാരിയും മരിക്കുന്നുണ്ട്. എനിക്ക് 68 ആയില്ലേ, 70 ആയില്ലേ, നിന്നെ കൊണ്ട് പറ്റൂല എന്നും ചിന്തിക്കണ്ട. 80, 85, 90 വയസ്സുള്ളവര് ഹജ്ജിനും ഉംറക്കും പോകുന്നുണ്ട്. മാത്രല്ല ഓരൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉംറക്കൊക്കെ പോകുമ്പോൾ ടീമിൽപ്പെട്ട കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറാ ഗുഹയിൽ നിന്ന് കാണണം, സൗർ ഗുഹയിൽ നിന്ന് കാണണം എന്നൊക്കെ പറയും. അപ്പൊ അവരോട് പറയും സുബൈസ് കേട്ടിട്ട് വേഗം വന്നോളി, എന്നാൽ ഒട്ടനെ നമുക്ക് പോവാം, വെയിലാണതിന് മുമ്പ് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഇഷാവിന് ശേഷം പോയാൽ നമുക്ക് രാത്രി 2 മണി തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ ഈ ചെറുപ്പക്കാരെ താല്പര്യമുള്ള ആൾക്കാരെ കൂട്ടി മേലെ ചെല്ലുമ്പോൾ കാണാം അവിടെ 75 വയസ്സും 80 വയസ്സുള്ള ആൾക്കാർ ഇതിന്റെ മുകളിൽ ഇറാഖുവിന്റെ സൗദുവിന്റെ, അത് പിന്നെ ശ്രീലങ്കക്കാരും ബംഗ്ലാദേശികളും പാകിസ്ഥാനും ഒക്കെ. അപ്പൊ അവരൊക്കെ ഇതിന് പോകുന്നുണ്ട്. അതിന്റെ മുകളിൽ കയറിയതിനെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത്. അതൊരാഗ്രഹമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അതൊന്ന് തവാഫ് ചെയ്യാൻ, അവിടെ പോയി ഹജ്ജ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ മനസ്സിൽ വേണം. ആ ഒരു താല്പര്യം നമ്മുടെ മനസ്സിൽ നിലനിർത്തണം. എപ്പോഴാണ് അവസരം കിട്ടുക അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങണം. അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അസീൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് ബിൽ ബിശ്രി വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ മാ ദാമത് സമാവാതി വൽ അർദ് മാ ഫഖത്തുൽ മാതി വൽ അൻവാർ മാ മഅത്തഖുല്ലാഹ്. വിശ്വാസികളെ, വിശ്വാസികളുടെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം ജീവിതത്തിൽ ഉപദേശിക്കും. സഹോദരങ്ങളെ, ഇപ്രാവശ്യം സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഇസ്ലാമികമായ ഒരു ഒരുക്കം
ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കുക എന്നുള്ളതാണ്. യാത്രയുടെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങുക. അതോടൊപ്പം നമ്മുടെ നാട്ടുകാരുടെ മഹലിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നല്ല നിലക്ക് പോയി തിരിച്ചു വരാനുള്ള തൗഫീഖ് അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ളത് നമ്മളും പ്രാർത്ഥിക്കാം. ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു മഖബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജും ഉംറയും നിർവഹിച്ച് ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായി തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അവർക്കെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരും വർഷങ്ങളിൽ നമുക്കും അള്ളാഹു അതിനുള്ള അവസരവും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാക്ക് ശേഷം നടത്തുന്ന ഒരു കളക്ഷൻ ഒരു പള്ളി നിർമ്മാണ ഫണ്ടാണ്. പള്ളി നിർമ്മിച്ചാലുള്ള കൂലി, പള്ളിക്കൊരു ഒരു പായക്കുള്ള പൈസ, ഒരു കല്ലിനുള്ള പൈസ, ഒരു ചാക്ക് സിമന്റിന്റെ പൈസ നമ്മൾ കൊടുത്താൽ അവിടെ സുജൂദ് ചെയ്യുന്ന ഓരോ ആളുകളുടെയും സുജൂദിന്റെ ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ചെറുപ്പ എന്ന് പറയുന്ന വാഴക്കാട് ഭാഗത്തെ ചെറുപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കളക്ഷൻ നടത്തുന്നത്. പരമാവധി അതുമായി സഹകരിക്കുക. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്ന്